السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أفضل رسل الله وآله وصحبه وعترته ومن والاه وبعد. വളരെ ആദരണീയരായ സാദാത്തുക്കളെ, ഉലമാക്കളെ, കാരണവന്മാരെ, വിദ്യാർത്ഥിനികളെ, വിദ്യാർത്ഥികളെ, സഹൃദയരെ, ഇന്ന് നമ്മളൊക്കെ ചെലവിട്ട നിമിഷങ്ങൾ വളരെ ധന്യമാണ്. ഞാൻ എൻ്റെ കാഴ്ചയിലൂടെ നിങ്ങളെ കാണുകയാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഒരുപാട് കേൾക്കാൻ പറ്റി തിരുനബിയെ പറ്റി. മൗലിദ് അതിൽ വളരെ പ്രധാനമാണ്. അത് പഠനകാലത്ത് വല്ലാതെ ആകർഷിച്ച ഒരനുഭവത്തിലേക്ക് എന്നെ തിരിച്ച് കൊണ്ടുപോവുകയായിരുന്നു. ആലത്തിയൂർ പടി, മലപ്പുറത്തുനിന്ന് കുണ്ടോട്ടിക്ക് പോകുന്ന വഴി. അവിടെ പഠിക്കണ കാലത്ത് വലിയ ഒരു മൗലിദിന് പോയി. മഹലിന്റെ പ്രസിഡന്റ് ബാപ്പുട്ടി ഹാജി, അള്ളാഹു മഗ്ഫിർ ലഹു വറഹം, ഞങ്ങളുടെ ഉസ്താദ് കിടങ്ങഴി ഉസ്താദ് ആരോഗ്യം കുറവാണ്, തിരക്കാണ്, പോകാറില്ല പൊതുവെ. അങ്ങോട്ട് നിറഞ്ഞ സദസ്സ് കണ്ടപ്പോ അശ്റക്ക ചൊല്ലുന്ന സമയത്ത് ഉസ്താദ് ആളുകളെ നിശബ്ദരാക്കി. നമ്മളിന്ന് ഇവിടെ കേട്ടതുപോലുള്ള അതിൻ്റെ ആ മനോഹരമായ പദ്യത്തിൻ്റെ പരാവർത്തനം നിർവഹിച്ചു. ഇന്നിവിടെ നിർവഹിക്കപ്പെട്ടത് അതിൻ്റെ ഗദ്യാവിഷ്കാരമാണ്. അത് മലയാളത്തിൽ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് വല്ലാതെ ഇളകിപ്പോകുന്നുണ്ട്. പിന്നെ അത് തനത് അറബിയിൽ തന്നെ കേൾക്കുമ്പോൾ എന്താകും അവസ്ഥ? അശ്റക്ക അല്ലെങ്കിൽ ഷറഫുൽ അനാം മൗലിദ് ഇവിടെ കുറച്ച് ആളുകളുടേത് മാത്രമല്ല, അത് അറബ് നാടുകളിലൊക്കെ ഉണ്ട്. ഈ മാസം നമുക്ക് കൽബ് ഇളകാനും കണ്ണ് നിറയാനും പറ്റുമെങ്കിൽ കുറച്ച് കരയാനും ഒക്കെ ഉള്ള മാസമാണ്. ചാർജ് ചെയ്യാനുള്ള മാസമാണ്. അള്ളാഹു അങ്ങനെയാക്കി തീർക്കുമാറാകട്ടെ. അതിനു വേണ്ട വിഭവങ്ങൾ ഇവിടെ ധാരാളമായി വിളമ്പപ്പെട്ടിട്ടുണ്ട്. ഇനി കുറച്ച് കാര്യങ്ങൾ പറയാൻ, സ്ത്രീയുമായി ബന്ധപ്പെട്ട് നമ്മുടെ സമുദായത്തിൻ്റെ ഉള്ളിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് ചർച്ചകളുണ്ട്. പ്രബുദ്ധമായ ഈ സദസ്സിനോട്, പ്രബുദ്ധമായ ഈ സദസ്സിന്റെ ശ്രദ്ധ ഞാൻ അങ്ങോട്ട് ക്ഷണിക്കുകയാണ്. കൊച്ചു ചില സംഭവങ്ങൾ മാത്രം പറഞ്ഞു. ഒരിക്കലൊരു യുവതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ വന്നു. സ്വാഭാവികമായി പിൻവാതിലിലൂടെ അടുക്കളയുടെ ഭാഗത്തൂടെയാണ് വന്നത്. ആയിഷ ബീവി പറഞ്ഞു, നബി ഇവിടെ ഇല്ല, കാത്തിരിക്കൂ. കുറച്ച് കഴിഞ്ഞപ്പോൾ നബി വന്നു. യുവതിയുടെ പരാതി, എൻ്റെ ഉപ്പ അദ്ദേഹത്തിൻ്റെ സഹോദരന്റെ പുത്രന് എൻ്റെ അനുവാദമില്ലാതെ വിവാഹം ചെയ്തു കൊടുത്തു. എനിക്ക് ആ വിവാഹത്തിൽ താല്പര്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുട്ടിയുടെ പിതാവിൻ്റെ അടുത്തേക്ക് ആളെ അയച്ച് വിളിച്ചു വരുത്തി. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചു. അദ്ദേഹത്തിന് വിശദീകരണമൊന്നും ഉണ്ടായിരുന്നില്ല. കുട്ടിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിനക്ക് താല്പര്യമില്ലെങ്കിൽ ആ ബന്ധം ഉപേക്ഷിക്കാം. അപ്പോ കുട്ടി പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ തീരുമാനം ഞാൻ ഇപ്പോൾ അംഗീകരിക്കുന്നു. ഞാൻ അങ്ങനെ ഒരു ചോദ്യവുമായി
മുത്തുനബിയെ ഇവിടെ വരാൻ കാരണം അലിന്നിസാഇ ഫിൽ അംരി ശൈ, ഇക്കാര്യത്തിൽ പെണ്ണിന് വല്ല അവകാശം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പിതാവിന്റെ തീരുമാനം ലംഘിക്കാനൊന്നും ഞാൻ ആളല്ല. അങ്ങനെ ആ കുട്ടി തിരിച്ചുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിന് മകൾ ഫാത്തിമ ബീവിയെ കല്യാണം ചെയ്ത് കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ ഫാത്തിമ ബീവിയെ വിളിച്ചു പറഞ്ഞു, അലിയെ കൊണ്ട് നിന്നെ കെട്ടിക്കുന്ന കാര്യം ഞാൻ ആലോചിക്കുന്നുണ്ട് എന്ന്. ഞാൻ മലയാളത്തിൽ പറയാം. ഫാത്തിമ ബീവി മൗനമായിരുന്നു. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ഫിഖ്ഹിൽ പറഞ്ഞത്, വാപ്പ ഉപ്പാപ്പ കെട്ടിക്കുമ്പോ സമ്മതം വാക്കാൽ കൊടുക്കേണ്ടതില്ല, മൗനം മതി എന്ന്. നബി അങ്ങനെയാണ് ചെയ്തത്. കാലം മാറിയത് കൊണ്ട് നമ്മുടെ കുട്ടികളുടെ മനഃശാസ്ത്രം പരിഗണിച്ച് സാമൂഹികമായിട്ടുള്ള വന്നു ചേർന്നിട്ടുള്ള മാറ്റങ്ങൾ പരിഗണിച്ച് നമ്മൾ അസ്വസ്ഥതകൾ ക്ഷണിച്ചു വരുത്തുന്നത് കണ്ടറിഞ്ഞ് ഉപേക്ഷിക്കണം. അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, ഇദാ അതാകും മൻ തർലൗന ദീനഹു വ അമാനതഹു ഫസവ്വിജൂഹു വഇല്ലാ തകുൻ ഫിത്നത്തുൻ ഫിൽ അർളി വഫസാദുൻ കബീർ ഔ കമാ ഖാല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പെൺകുട്ടികളെ അന്വേഷിച്ച് വരുന്ന ആൺകുട്ടികൾ, ഇദാ അതാകും മൻ തർലൗന ദീനഹു വ അമാനതഹു, മതമുണ്ട്, ദീനുണ്ട്, വിശ്വസ്തതയുണ്ട്, ഫസവ്വിജൂ, കെട്ടിച്ചു കൊടുക്കുക. അങ്ങനെ നിങ്ങൾ ചെയ്തില്ല എങ്കിൽ ഭൂമിയിൽ വലിയ അസ്വസ്ഥതയും അരാജകത്വവും ഉണ്ടാകുമെന്ന്. പെൺകുട്ടികളെ കൈകാര്യം ചെയ്യുന്ന രീതി നമ്മള് വളരെ ശ്രദ്ധാപൂർവം ആയിരിക്കും. നമ്മുടെ രീതി വളരെ ശ്രദ്ധാപൂർവമായിരിക്കണമെന്ന് ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൗമാരക്കാരുടെയും വൃദ്ധന്മാരുടെയും സാധാരണക്കാരുടെയും എല്ലാവരുടെയും നബിയാണ്. നമ്മൾ സമൂഹത്തെ ഒരുപാട് തട്ടുകളാക്കി, ചില തട്ടുകൾ നമുക്ക് സ്വീകാര്യമല്ല എന്ന സമീപനം ഉപേക്ഷിക്കണം. ഇതൊക്കെ ദീനിന്റെ തനത് രീതികളാണ്. ഹദീസുകളിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പത്നി സൗദാ ബീവി എന്താ ആവശ്യത്തിന് പുറത്തു പോയപ്പോ എന്താ പുറത്തു നിന്ന് ചോദ്യം വന്നു. അവർ തിരിച്ചു പോന്നു. നബിയോട് പറഞ്ഞു തടസ്സമുണ്ടായ കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിന് പുറത്തു പോകാം, അത് അള്ളാഹു അനുവാദം തന്നിട്ടുള്ളതാണ്. ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പൊ പുതിയ കാലത്ത് നമ്മൾ എല്ലാവർക്കും, ചെറിയവർക്കും വലിയവർക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ കൊടുക്കേണ്ടത് അള്ളാന്റെ റസൂലിനോടുള്ള ഹുബ്ബ്. ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി. അള്ളാഹിനോട് ഇഷ്ടമുണ്ടെങ്കിൽ, അള്ളാന്റെ റസൂലിനോട് ഇഷ്ടമുണ്ടെങ്കിൽ സ്വാഭാവികമായി പിന്നെ ചെയ്യേണ്ടത് ഫത്തബിഊനി, നബിയുടെ ചര്യകൾ പിൻപറ്റുക. ഈമാൻ മുറുകെ പിടിക്കുന്ന, മുത്തുനബിയോട് ഇഷ്ടം കാത്തു സൂക്ഷിക്കുന്ന, ദീനിന്റെ ആദാബ് പാലിക്കുന്ന ഒരു തലമുറയെ സൃഷ്ടിച്ചെടുക്കാനുള്ള കഠിന പ്രയത്നമാണ് നമ്മൾ നടത്തേണ്ടത്. കാലത്തെ വെല്ലുവിളിക്കുന്ന, പുതുതലമുറയെ വെല്ലുവിളിക്കുന്ന സമ്പ്രദായം നമ്മുടെ സമൂഹത്തിൽ ഉടലെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനെ അഡ്രസ്സ് ചെയ്യാനാണ് ഞാൻ ഈ വാക്കുകൾ പറഞ്ഞത്. വിശദീകരണം ആവശ്യമില്ല, നിങ്ങൾക്ക് കാര്യം തിരിയും. സ്ത്രീക്ക് വലിയ സ്ഥാനമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബത്ത് സ്ത്രീകളെ കൂടുതൽ പരിഗണിക്കുകയും
അവർക്ക് ജീവിതത്തിന്റെ നിഖില മണ്ഡലങ്ങളിലും അവസരങ്ങൾ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ജൂതന്റെ കുത്തേറ്റ് മരണം മുന്നിൽ കണ്ടു കഴിയുന്ന സന്ദർഭം, അടുത്ത ഭരണാധിപനെ തെരഞ്ഞെടുക്കാനുള്ള രീതി പ്രഖ്യാപിച്ചതിന് ശേഷം ഉമർ എന്നൊരു അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോയി. ചരിത്രം അറിയില്ലല്ലോ ഉദ്ദേശം. ഈ സമിതി ഉടൻ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു മരിച്ച ഉടനെ, വഫാത്തായതിന്റെ ഉടനെ തന്നെ യോഗം ചേർന്നു. യോഗം ചേർന്നത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ്. മറ്റൊരു റിപ്പോർട്ട് അനുസരിച്ച് ഫാത്തിമ ബിൻത് ഖൈസ് എന്ന മഹദിയുടെ വീട്ടിലാണ് റളിയല്ലാഹു തആല അൻഹുമ. അപ്പോ സ്ത്രീകളെ പരിഗണിക്കുകയും കൂടിയ ആലോചനകളിൽ അവരെ പങ്കെടുപ്പിക്കുകയും അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ അവർക്ക് ഇടം നൽകുകയും ചെയ്തു എന്നാണ് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്. അടുത്ത ഭരണാധിപനെ തെരഞ്ഞെടുക്കുന്ന കാര്യമാണല്ലോ. 18 വയസ്സ് വോട്ടവകാശമൊന്നുമല്ല. കുട്ടികളോടും അധസ്ഥിതരോടും പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടുമൊക്കെ ആ സമിതിയുടെ ചെയർമാനായിരുന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അഭിപ്രായം ആരാഞ്ഞിരുന്നു. അതിനുശേഷമാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ഭരണാധിപനായിട്ട് പ്രഖ്യാപിക്കുന്നത്. അപ്പൊ സ്ത്രീകൾക്ക് ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും ഇടമുണ്ട്. ഈ ഇടമുണ്ട് എന്ന് പറയുന്നതിനർത്ഥം നമ്മൾ എല്ലായിടത്തും കുറച്ചധികം പറയാണല്ലോ. അപ്പോ പിന്നെ സ്റ്റേജിൽ കയറി പ്രസംഗിക്കുക, ആളുകളുടെ കൂട്ടത്തിലൊക്കെ ചേർന്നിരിക്കാം, നല്ല രീതിയിൽ മാന്യമായിട്ട് വസ്ത്രം ധരിക്കേണ്ടതില്ല എന്നൊക്കെ പിന്നെ അതിന്റെ അർത്ഥം നമ്മൾ വെക്കുകയാണ്. അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഈ റമദാനിക്ക് അവസാന സമയത്ത് 4 കുട്ടികൾ അങ്ങാടിപ്പുറത്ത് ഇവിടെ അലുമിനിന്റെ ഒരു ഓഫീസിന്റെ അവിടെ വന്നു. ഒരു വാഫിയും ഒരു വഫിയയും, പിന്നെ ഒരു വഫിയയും ഒരു വാഫിയും. വാഫി അമേരിക്കയിൽ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ഉപരിപഠനത്തിന് പോവുകയാണ്, കൂടെ ഭാര്യയുണ്ട്. വഫിയ ജർമ്മനിയിൽ പഠിക്കാൻ പോവുകയാണ്, കൂടെ ഭർത്താവുണ്ട്. ആദ്യം പോകുന്നത് ജർമ്മനിയിലേക്കാണ്. അപ്പൊ ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, എങ്ങനെ പോണ്, ആരൊക്കെയാണ് കൂടെ? ആരുമില്ല. അപ്പൊ ഞാൻ മനസ്സാ വിചാരിച്ചു, ഈ കുട്ടിയെ എയർപോർട്ടിൽ കൊണ്ട് വിടുന്നത് വീട്ടിലുള്ളവരെല്ലാരും കൂടിയാണ്. എയർപോർട്ട് ഒരു ചന്തയാണ്. വിമാനത്തിൽ കയറിയ വിമാനം ഒരു വലിയ ചന്തയാണ്. ചെന്നിറങ്ങുന്നത് എയർപോർട്ടിലാണ്, അതൊരു ചന്തയാണ്. പിന്നെ പോകുന്നത് യൂണിവേഴ്സിറ്റിയിലേക്കാണ്, അതും ഒരു ചന്തയാണ്. പിന്നെ ഇപ്പൊ എന്താ അവിടെ ബുദ്ധിമുട്ട് വരുന്നത്? പിന്നെ എവിടെയാണ് ബുദ്ധിമുട്ട് വരുന്നത്? നമ്മുടെ കുട്ടികൾ ധാരാളമായി പഠിക്കട്ടെ, ധാരാളമായി പഠിക്കട്ടെ. ദീനിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മാനിച്ചുകൊണ്ട് പഠിക്കട്ടെ. ദീനിന്റെ നിയമങ്ങൾ ഫിഖ് പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു നിയമം കടുകട ലംഘിക്കണം എന്ന് നമുക്ക് പറയേണ്ട കാര്യമില്ല. അതിൻ്റെയൊക്കെ ഉള്ളിൽ നിന്നുകൊണ്ട് വാപ്പാക്ക് കുട്ടിയെ കെട്ടിക്കാം, വല്യപ്പാക്കും കെട്ടിക്കാം, സമ്മതം ആവശ്യമില്ല, മൗനം മതി. അതേ സമയത്ത് ഫിഖ് ചേർത്ത് പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിക്കുകയാണല്ലോ, അതിനാണല്ലോ ഈ സമയം. വികാരം കൊള്ളാനുള്ള കുറെ സമയങ്ങൾ നമുക്ക് അൽഹംദുലില്ലാഹ് കിട്ടി. ഫിഖ്ഹിന്റെ കിതാബുകൾ പറയുന്നത്, കുട്ടിയെ കെട്ടിക്കുന്നത് ആർക്കാണോ ആ പ്രതിശ്രുത വരൻ, അദ്ദേഹവും കുട്ടിയുടെ ഉപ്പയും തമ്മിൽ ശണ്ടയിലാണ്, വഴക്കിലും പിന്നെ വിയോജിപ്പിലാണെന്ന് വിചാരിക്കുക. പിന്നെ സമ്മതം കിട്ടിയേ പറ്റുള്ളൂ. അല്ലെങ്കിൽ കുട്ടിയും കെട്ടാൻ പോകുന്നവനും തമ്മിൽ അഭിപ്രായ ഭിന്നതയാണെന്ന് വിചാരിക്കുക, പിന്നെ സമ്മതം കിട്ടിയെങ്കിലേ കെട്ടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മള് ഫിഖ്ഹിന്റെ മറ്റു വശങ്ങൾ, അള്ളാന്റെ റസൂലിന്റെ ചര്യ, താരീഖു നിസ്ഫുൽ ഇൽം, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒക്കെ കാലത്ത് നടന്ന സംഭവ വികാസങ്ങൾ, അത് അറിവിന്റെ പാതിയാണ്. അപ്പൊ സ്ത്രീകളെ നമ്മൾ ബഹുമാനിക്കണം. ഇന്നും മുസ്ലിങ്ങൾ ആപേക്ഷികമായി ഒരുപാട് മുന്നിലാണ്, പുരോഗതിപ്പെട്ടിട്ടുണ്ട്. മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ കാണുന്ന 4 മുസ്ലിങ്ങൾ മാത്രമല്ലല്ലോ, അറബി നാടുകളിലൊക്കെ മുസ്ലിങ്ങളുണ്ട്. അവിടെയൊക്കെ ആണും പെണ്ണും ഉണ്ട്. അവിടെയൊക്കെ സ്ത്രീകൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പരിഗണന
ഇപ്പൊ ഈ സദസ്സിൽ തന്നെ നൂറുകണക്കിന് ആൾക്കാർ വിദേശ രാജ്യങ്ങളിൽ പോയിട്ടുള്ളവരുണ്ടാവും. അത് നമുക്ക് കാണാൻ പറ്റും. സ്ത്രീയെ ബഹുമാനിക്കാത്ത ഒരു സമൂഹത്തിന് മുന്നോട്ട് പോകാൻ പറ്റൂല എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുകയാണ്. എൻ്റെ കാഴ്ചപ്പാടാണ്. സ്ത്രീ ജനത്തെ വേണ്ട വിധം ബഹുമാനിക്കാത്ത ഒരു സമൂഹത്തിന് പുരോഗതി പ്രാപിക്കാൻ സാധ്യമല്ല. അള്ളാന്റെ റസൂല് അവസാനമായി 3 കാര്യങ്ങളാണ് സംസാരം ഇങ്ങനെ പറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞത്. ഒന്ന് നിസ്കാരത്തെ പറ്റിയാണ്, രണ്ടാമത് അടിമകളെ പറ്റിയാണ്. അടിമകളെ പറ്റി എന്ന് പറഞ്ഞാൽ തൊഴിലാളികളെ കുറിച്ച് എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ 4 ദിവസം മുമ്പ് അബുദാബിയിൽ ഇന്നത്തെ തൊഴിലാളികളാണ് അന്നത്തെ അടിമകൾ എന്ന് പറഞ്ഞപ്പോ പിന്നീട് ഒരാൾ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദ് പറഞ്ഞത് ശരി തന്നെയാണ്, ടൈ കെട്ടിയ അടിമകൾ. ചോട്ടും കൂട്ടൊക്കെ ഉണ്ട്, വലിയ അക്കസംഖ്യ ഉണ്ട്, പക്ഷെ അടിമകളാണ്. അടിമകളാണ് എന്നതിന് ഇന്ന് ഒരു പ്രമുഖ പത്രത്തിന്റെ എഡിറ്റോറിയൽ ഞാൻ വായിച്ചു. ആ എഡിറ്റോറിയലിൽ കാര്യമായിട്ട് പറയുന്നത് ഈ അടിമ വിഭാഗത്തെ പറ്റിയാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ബഹുരാഷ്ട്ര കമ്പനികൾ, MNC-കൾ, ഈ MNC-കളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ അടിമകളെ പോലെയാണ് കൈകാര്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അന്ന സബാസ്റ്റ്യനോ മറ്റോ പേരുള്ള ഒരു പെൺകുട്ടി കുഴഞ്ഞു മരിച്ചു. അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ചുരുക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അടിമകളെ പറ്റിയാണ് രണ്ടാമത് പറഞ്ഞത്. അവർക്ക് പറ്റുന്നതേ ചെയ്യിക്കാൻ പാടുള്ളൂ. പറ്റുന്നതിൽ കൂടുതൽ അവരെ കൊണ്ട് നിങ്ങൾ ചെയ്യിക്കുകയാണെങ്കിൽ ഫഅഈനൂഹും, അവരെ നിങ്ങൾ സഹായിക്കണം, കൂടെ നിങ്ങൾ ജോലി ചെയ്യണം, അല്ലെങ്കിൽ അവർക്ക് അധിക വേതനം കൊടുക്കണം. ഈ 2 കാര്യവും പറഞ്ഞു. പിന്നെ 3-ാമത്തെ കാര്യം അലാ വസ്തൗസു ബിന്നിസാഇ ഖൈറ, പെണ്ണുങ്ങളുടെ ഗുണം കാംക്ഷിക്കണം. പെണ്ണിനോട് പറഞ്ഞു ജയിക്കാനും നമ്മുടെ വാശി തീർക്കാനും അല്ല നോക്കേണ്ടത്, അവരുടെ ഗുണം നമ്മൾ കാംക്ഷിക്കണം. ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് ഈ 3 കാര്യങ്ങളിൽ 3-ാമതായി അവസാനമായി അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് സ്ത്രീയുടെ കാര്യമാണ്. പിന്നെ ഒന്നും ഇത്തരം കാര്യങ്ങൾ നബി സംസാരിച്ചിട്ടില്ല. അപ്പൊ സ്ത്രീകളെ ബഹുമാനിക്കണം. സ്ത്രീകളെ ബഹുമാനിക്കാത്ത ഒരു തലമുറക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു രാജ്യം ഭരിച്ചിരുന്ന കാലത്ത് ചെറുപ്പക്കാരെ വിളിച്ച് അഭിപ്രായങ്ങൾ തേടാറുണ്ടായിരുന്നു. സ്ത്രീകളോട് കൂടിയാലോചനകൾ നടത്താറുണ്ടായിരുന്നു. അതിന് ഹദീസ് കൃതികൾ, ചരിത്ര കൃതികളിൽ ന്യായം പറയുന്നത് ചെറുപ്പക്കാരുടെ മൂർച്ചയുള്ള ബുദ്ധി അത് ഉപയോഗിക്കാവുന്നതാണ് ലക്ഷ്യം. പെണ്ണിന്റെ അടുത്ത് പ്രായോഗിക ബുദ്ധി ധാരാളമായിട്ടുണ്ടാകും, അത് പ്രയോജനപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യം നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. ഹജ്ജത്തുൽ ഹുദൈബിയ സദ്യയുടെ സമയത്ത് ഉംറ ചെയ്യാൻ പറ്റാതെ അവർ തിരിച്ചു പോവുകയാണ്. സഹാബത്ത് വെറുതെ തിരിച്ചു പോകാൻ തയ്യാറല്ല മാനസികമായി. നബി പറഞ്ഞു, നമ്മൾ ഉംറ തഹല്ലുലായിട്ട് ഉംറ മുറിച്ച് തിരിച്ചു പോവുകയാണ്. ആളുകൾക്ക് അനുസരിക്കാൻ പ്രയാസം, മനപ്രയാസമാണ്, അല്ലാതെ അള്ളാഹുവിന്റെ റസൂലിനെ കേട്ടുകൂടായിട്ടല്ല. ഉമ്മു സലമ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നബിയെ, തങ്ങൾ പുറത്തിറങ്ങിയിട്ട് ആദ്യം തങ്ങൾ ഉംറ മുറിക്കുക, അപ്പൊ പിന്നെ എല്ലാവരും ചെയ്തോളുന്നു. പ്രായോഗിക ബുദ്ധി അത് പറഞ്ഞപ്പോ ഞാൻ ചെറിയ കാര്യം കൂടി ഓർക്കുകയാണ്. ഉമ്മു സലമ ബീവി റളിയല്ലാഹു തആല അൻഹ പണമുള്ള ഭാര്യയായിരുന്നു. ഖദീജ ബീവി പണക്കാരിയായിരുന്നു. ഉമ്മു സലമ ബീവി കയ്യിൽ പണമുള്ള ആളായിരുന്നു. വീട്ടിലെ കാര്യങ്ങളും ചെലവുകളും ഒക്കെ ഭർത്താവിന്റെ കയ്യിൽ വേണം. നമ്മുടെ ഭർത്താവ് ചെലവ് ചെയ്യണം. സ്ത്രീ ചെലവ് ചെയ്യുന്നത് തെറ്റാണെന്നൊന്നും പറഞ്ഞ കാര്യമില്ല, സ്വന്തമായിട്ട് ചെയ്യല്ലേ, കടമുണ്ട് എന്നല്ല ഞാൻ പറയുന്നത്. ഖദീജ ബീവിയെ വിവാഹം ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തീരുമാനിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബീവിയുടെ കച്ചവടത്തിന്റെ ബിസിനസ്സുകളുടെ മാനേജറാണ്, അല്ലെങ്കിൽ ആ ഭാഷ ശരിയാണെന്ന് പറഞ്ഞോളാം, കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് മുത്തുനബിയാണ്. അപ്പൊ ഖദീജ ബീവി കല്യാണവുമായി ബന്ധപ്പെട്ട ചെലവുകൾ, ചില കൂടിയാടലുകളും സംഗതികളൊക്കെ ഉണ്ടാവുമല്ലോ. ഖദീജ ബീവി പണക്കാരിയുമാണ് റളിയല്ലാഹു തആല അൻഹ. ഇടനിലക്കാർ വഴി വേണ്ട ചെലവുകളൊക്കെ ഖദീജ ബീവി എത്തിച്ചു കൊടുത്തു എന്നാണ്. എനിക്ക് പണമില്ലാത്തത് കൊണ്ട് ഭാര്യയെ ഏതെങ്കിലും കാര്യത്തിൽ ഏതെങ്കിലും അളവിൽ ആശ്രയിക്കുന്നത് ചേപ്രത്തരം, നമ്മൾ അറിയില്ലേ, ചേപ്രത്തരം, അങ്ങനൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിചാരിച്ചിരുന്നില്ല. ഉമ്മു സലമ ബീവി
റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദൗത്യവുമായി പുറത്തു പോയപ്പോ വീടൊക്കെ ഒന്ന് നന്നാക്കി. നബി താമസിച്ചിരുന്നത് ഈ ഈന്തപ്പന ഓല കൊണ്ട് ഉണ്ടാക്കിയ ഭിത്തിയൊക്കെ ഉള്ള ഭിത്തിന്നതിന് പറയില്ല. അപ്പൊ അതിന് സുഷിരങ്ങൾ ഓട്ടകളുണ്ട്. ആൾക്കാർക്കൊക്കെ ചില ആണ്ട് കാണും ഇങ്ങോട്ട് കാണും എന്നുള്ള ചെറിയ സംശയമൊക്കെ ഉണ്ടാകാം. ഇതൊക്കെ ഇഷ്ടിക ഉപയോഗിച്ച് നല്ല വീടാക്കി മാറ്റി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തിരിച്ചു വന്നപ്പോൾ ചോദിച്ചു, ഉമ്മു സലമ എന്താണ് ഈ കാണിച്ചിരിക്കുന്നത്? വീടൊക്കെ ഉഷാറാക്കിയിരിക്കണല്ലോ. അപ്പൊ ഉമ്മു സലമ ബീവി പറഞ്ഞു, ആളുകളുടെ കാഴ്ചയൊക്കെ ഒന്ന് മറക്കാൻ വേണ്ടി ഞാൻ ചെയ്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് കൊടുത്ത മറുപടി, ഉമ്മു സലമ, മനുഷ്യൻ ചെയ്യുന്ന മോശം ചെലവ് വീടുകൾ വലിയ മണിമന്ദിരങ്ങൾ കെട്ടിപ്പൊക്കുന്നതിന് വേണ്ടി, വീട് ഉഷാറാക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന ചെലവാണ്. വളരെ മോശം ചെലവാണ്. നബി അത് അംഗീകരിച്ചില്ല, അതൃപ്തി രേഖപ്പെടുത്തിയെന്നർത്ഥം. ചുരുക്കത്തില് സ്ത്രീയെ ബഹുമാനിക്കാത്ത, സ്ത്രീകളോട് ചർച്ച ചെയ്യാത്ത, അവർക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം അനുവദിക്കാത്ത രീതി ശരിയല്ല. ആധുനിക സമൂഹത്തിൽ അത് നിലനിൽക്കൂല. എല്ലാവരുടെയും നബിയാണ്. എല്ലാവരുടെയും നബിയാകുമ്പോൾ അവരെയൊക്കെ അഡ്മിറ്റ് ചെയ്യാൻ നമുക്ക് പറ്റണം. പുതിയ തലമുറ ആ ഒരു രീതിയിൽ ചിന്തിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ പറയുമ്പോൾ ദുർവ്യാഖ്യാനങ്ങൾ വരും. ദുർവ്യാഖ്യാനം ഇപ്പം എന്താ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പൊ ദുർവ്യാഖ്യാനങ്ങൾ വരും, വന്നോട്ടെ. ഈമാനുള്ളവരാക്കണം, ഇസ്ലാമുള്ളവരാക്കണം. നമ്മള് സ്ത്രീകൾ ഇത് കേൾക്കേണ്ടതാണ്. ഈമാനും ഇസ്ലാമും സ്ത്രീ ഹൃദയങ്ങളിൽ കടന്നുകൂടുന്നതിൻ്റെയും അത് അവിടെ കിടന്ന് പ്രവർത്തനം നടത്തുന്നതിൻ്റെയും ചരിത്രങ്ങൾ മുസ്ലിം ലോകത്ത് നിന്ന് ധാരാളമായിട്ട് പറയണ്ടാവും. ഈയിടെ ഖത്തറില് അവിടുത്തെ രാജാവിന്റെ പത്നി, അല്ലെങ്കിൽ രാജാവിന്റെ ഉപ്പാന്റെ പത്നി, ഒരു സെന്റർ ഉദ്ഘാടനം ചെയ്തു. അഷർക്ക് പത്രത്തില് അതിന്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഖത്തറിൽ നിന്ന് ഇറങ്ങുന്ന പത്രമാണ് അഷർക്ക്. സെന്ററിന്റെ പേര് മർക്കസുൽ മുജാദില എന്നാണ്. മുജാദില എന്ന് പറഞ്ഞാൽ തർക്കിച്ചവൾ എന്നാണ്. ഖദ് സമിഅ അല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹ. ഭർത്താവിന്റെ കാര്യത്തിൽ നബിയെ തങ്ങളോട് തർക്കിച്ച ആ പെണ്ണിന്റെ ഖൗല ബിൻത് സഅലബ റളിയല്ലാഹു തആല അൻഹ എന്നാണ് എന്റെ ഓർമ്മ. സംസാരം അള്ളാഹ് കേട്ടിരിക്കണം, ശരി വെച്ചിരിക്കണം എന്നർത്ഥം. അപ്പോ ഉദ്ഘാടന ചടങ്ങിൽ രാജ്ഞി അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ ഉമ്മ അല്ലെങ്കിൽ പാപ്പാന്റെ ഭാര്യ, അതെനിക്കറിഞ്ഞൂടാ, പറയുന്നുണ്ട് ഈ സെന്ററിന് മർക്കസുൽ മുജാദില എന്ന് പേര് വെക്കാൻ കാരണം സ്ത്രീക്ക് പറയാനുള്ളത് പറയണം. സ്ത്രീ അന്ന് തർക്കിച്ചല്ലോ നബിയോട്. ഒരു സൂറത്ത് തന്നെ ഉണ്ടല്ലോ, സൂറത്തുൽ മുജാദില, മുജാദല എന്തും പറയാം. ഖദ് സമിഅ അല്ലാഹു ഖൗലല്ലതി. ജാഹിലിയ കാലത്തുള്ള ഒരു സാധാരണക്കാരുണ്ട്, അവർക്ക് വേണ്ടി പറയാണ്. ജാഹിലിയ കാലത്ത് ലിഹാർ എന്ന് പറയുന്ന ഒരു തലാഖ് രീതി ഉണ്ട്. തലാഖ് തന്നെ അവരുടെ കാലത്തുണ്ട്, തലാഖൊക്കെ. അപ്പൊ ആ രീതിയിൽ ഖൗല ബിൻത് സഅലബ റളിയല്ലാഹു തആല അൻഹയെ ഭർത്താവ് തലാഖ് ചൊല്ലി. വയസ്സായിക്കണ്, ക്ഷീണിച്ചിരിക്കണ്, കുട്ടികളുണ്ട്, മഹാദാരിദ്ര്യമുണ്ട്. നബിയോട് വന്നിട്ട് ചോദിച്ചു, ഇത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ്, അള്ളാഹുവിന്റെ റസൂലെ ഇങ്ങനെ സംഭവിച്ചിരിക്കണ്, എന്റെ തലാഖ് സംഭവിച്ചിരിക്കണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തലാഖ് സംഭവിച്ചിരിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ സ്ത്രീ പറഞ്ഞു, എനിക്ക് അള്ളാഹു ഒരു പരിഹാരം തരാതെ ഞാൻ ഇവിടുന്ന് പോകില്ല. ഇയാള് എന്റെ യുവത്വം ഊറ്റിക്കുടിച്ചു. അത് നമ്മുടെ മലയാളത്തിൽ പറയാണ്. ഞാൻ എന്റെ വയറ് അയാൾക്ക് വിതറിക്കൊടുത്തു, കുട്ടികളായി, ക്ഷീണമായി. ഇന്നിപ്പോ അയാള് ഞാൻ ചണ്ടിയായപ്പോ എന്നെ ഉപേക്ഷിച്ചിരിക്കുകയാണ് റസൂലേ. മക്കളെ ഞാൻ അയാൾക്ക് വിട്ടുകൊടുക്കുകയാണെങ്കിൽ എനിക്കെന്റെ മക്കളെ തിരിഞ്ഞു ജീവിക്കാൻ പറ്റൂല. മക്കളെ ഞാൻ കൂടെ കൂട്ടുകയാണെങ്കിൽ എനിക്ക് അവരെ തീറ്റിപ്പോറ്റാൻ പറ്റൂല. അതുകൊണ്ട് അള്ളാഹു എനിക്ക് ഇതിനൊരു തീരുമാനം തരാതെ ഞാൻ ഇവിടുന്ന് പോകില്ല. അതാണ് തർക്കം. തുജാദിലുക ഫീ സൗജിഹ. ഭർത്താവിന്റെ കാര്യത്തിൽ നബിയെ തങ്ങളോട് തർക്കിച്ച ആ പെണ്ണിന്റെ വർത്തമാനം ഖദ് സമിഅ അല്ലാഹ്, അതാണ് ഖദ് സമിഅ അല്ലാഹു. അപ്പൊ ചുരുക്കത്തില് സ്ത്രീകളെ നമ്മൾ അഡ്മിറ്റ് ചെയ്യണം. ഞാൻ ഒരു വട്ടം കൂടി പറയാണ്,
ഈ കാര്യത്തിൽ മുസ്ലിം സമൂഹമാണ് വളരെ മുന്നിൽ. ഇനി മറ്റു സമൂഹങ്ങളെ ഇകഴ്ത്തി സംസാരിക്കേണ്ട കാര്യം നമുക്കില്ല, ധാരാളം പറയാൻ പറ്റും. ഇതുപോലെ സ്ത്രീകളുടെ കാര്യം പറയുമ്പോൾ ഒരുപാട് കാര്യം പറയാനുണ്ട്. ന്യൂജൻ അങ്ങനെയാണ് പുതിയ തലമുറയെ മൊത്തമായും ചില്ലറയായും തള്ളിക്കളയാനാണ് നമ്മുടെ തീരുമാനം. ചരിത്രത്തിൽ കാണാം, മുആവിയ റളിയല്ലാഹു അൻഹു വലിയ ഭരണാധിപനായിരുന്നു. ഉമവി ഭരണകൂടം സ്ഥാപിച്ചയാളാണ്, മഹാപണ്ഡിതനാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ വഹി എഴുതിയിരുന്ന 40 അംഗ സംഘമുണ്ടായിരുന്നു. ആ സംഘത്തിന്റെ ലീഡറാണ് ആയിരുന്നു. 12 പേര് സ്ഥിരാംഗങ്ങൾ, ബാക്കി ക്ഷണിതാക്കൾ. അതൊക്കെ എന്തെങ്കിലും ചില റിവായത്ത് മാറ്റങ്ങളൊക്കെ ഉണ്ടാകും. മുആവിയ റളിയല്ലാഹു അൻഹുവിന് മകനോട് ദേഷ്യം വന്നു. ഇന്നിപ്പോ നമുക്കൊക്കെ നമ്മളൊക്കെ പ്രായമുള്ള ആള് മക്കളോടും പേരക്കുട്ടികളോടും തിരക്കൂടാൻ തന്നെ സമയം ഉണ്ടാവുള്ളൂ. ദേഷ്യം വന്നപ്പോ വലിയ പക്വമതിയായിരുന്നു. അവിവേകം വല്ലതും സംഭവിക്കുമോ എന്ന് വിചാരിച്ചിട്ട് അഹ്നഫ് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് ആളയച്ചു വരുത്തി ഒരു അഡ്വൈസ് തേടാൻ വേണ്ടിയിട്ട്. അതൊക്കെ സമയമില്ലാത്തതുകൊണ്ടാണ്. അഹ്നഫ് എന്നവര് സഹനത്തിന്റെ കാര്യത്തില് അറബി സാഹിത്യത്തിലൊക്കെ ഉദാഹരണമായിട്ട് പറയപ്പെടുന്ന ആളാണ്. അഹ്നഫ് റളിയല്ലാഹു അൻഹു വന്നിട്ട് കേസ് കേട്ടതിന് ശേഷം പറഞ്ഞു, നമ്മുടെ മക്കൾ നമ്മുടെ സമറത്തു ഫുആദിന, നമ്മുടെ ഹൃദയത്തിന്റെ ഫലമാണ്, നമ്മുടെ മക്കളാണ്. അവരോട് നമ്മൾ ദേഷ്യപ്പെടരുത്, അവരെ തള്ളിക്കളയരുത്. അവരുന്നയിക്കുന്ന ആവശ്യങ്ങൾ നമ്മൾ വകവെച്ച് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മളത് തീർന്നു പോയിക്കോട്ടെ എന്ന് അവർ ആഗ്രഹിച്ചു പോകും. നമ്മൾ ഇപ്പത് അനുഭവിക്കുന്നതാണല്ലോ. ജനറേഷൻ ഗ്യാപ്പ്, തലമുറകൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ. ഈ തന്ത മരിച്ചു പോയെങ്കിൽ നമ്മൾ സാധാരണ കുട്ടികൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, പുതിയ തലമുറയെ ഉൾക്കൊള്ളാൻ പറ്റണം. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളൊക്കെ തുണിയാണ് എടുത്തിരിക്കുന്നത്, അവർ പാൻ്റാണ് ഈ കാരണം. എന്നിട്ട് അതിമലാണ് വഴക്ക്, പാൻ്റ് ഇടാൻ പാടില്ല. ചരിത്രത്തിൽ നോക്കിയാൽ കാണാം, ഫിഖ്ഹിന്റെ കിതാബുകൾ നോക്കിയാൽ കാണാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാം പാൻ്റ് ഇട്ടിരുന്നു, മൂസാ നബി പാൻ്റ് ഇട്ടിരുന്നു, നമ്മുടെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാൻ്റ് ധരിച്ചിട്ടുണ്ട്. ഇതൊക്കെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നല്ല മറയുള്ള വസ്ത്രം. അപ്പോ ഓരോ വിഭാഗത്തിനും ഒരു യൂണിഫോം ഉണ്ടാകും, അല്ലെങ്കിൽ ഏറ്റവും നല്ല വസ്ത്രധാരണ രീതി ഉണ്ടാകും. അതല്ല ഈ പറയുന്നത്. നമ്മൾ ഈ ചെറിയ കാര്യങ്ങൾക്കും വലിയ കാര്യങ്ങൾക്കും പുതിയ തലമുറയെ മൊത്തമായും ചില്ലറയായും കളഞ്ഞാൽ, നേരത്തെ ഷാജി പറഞ്ഞതുപോലെ, കാണുമ്പോ ഈ പള്ളിക്ക് ചേർന്ന ചലനങ്ങളും ശരീരഭാഷകളും എല്ലാം നിങ്ങൾ സ്വീകരിക്കുന്നു പറഞ്ഞ് അവർ ആട്ടി പറഞ്ഞുകൊണ്ടിരുന്നാൽ കുറച്ച് കഴിയുമ്പോൾ പിന്നെ നമ്മളൊക്കെ മരിച്ചു പോകും. പള്ളിക്ക് അവരവരുണ്ട് വരൂല. കാരണം അവരെ ചെറിയ മനസ്സിൽ പള്ളി എനിക്ക് കടക്കാൻ പാടില്ലാത്ത സ്ഥലമാണ് എന്നൊരു തീരുമാനിച്ച് വെക്കും. സുയൂത്തി റളിയല്ലാഹു അൻഹു അങ്ങനെ പറയുന്നുണ്ട്. മൂപ്പരോട് ചോദ്യം, ഷാഫി മദ്ഹബിലെ വലിയ ഇമാമാണ്. പഠിക്കാൻ വരുന്ന ഇൽമു പഠിക്കുന്ന വിദ്യാർത്ഥികള് പഠിക്കുന്ന സ്ഥലത്ത് ഉസ്താദന്മാരുടെ കൂടെയാകുമ്പോ അതിന് ചേർന്ന വസ്ത്രമാണ് ധരിക്കുന്നത്. വീട്ടിൽ ചെന്നാൽ ആ വസ്ത്രം അവർ പാലിക്കണില്ല. സുയൂത്തി റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, അതിനെന്താ കുഴപ്പം? അവര് കോളേജിലാകുമ്പോ അല്ലെങ്കിൽ ദർസിലാകുമ്പോ ഉസ്താദന്മാരുടെയും അധ്യാപകരുടെയും കൂടെ ആകുമ്പോ അതിന് അവിടെ പറ്റുന്ന വസ്ത്രം, പൊരി ചെന്നാൽ ഒരു പൊരയുടെ ഭാഗമല്ലേ പൊരിയിലുള്ള വസ്ത്രം. അപ്പൊ പൊരിയിൽ ഇവൻ മാത്രം അവിടെ പൊരക്ക് ചേരുന്ന വസ്ത്രം ധരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവന് ചേരുന്ന വസ്ത്രം പിന്നെ പൊരക്കാരെല്ലാരും കൂടി ധരിക്കണ്ടേ? ഇതൊക്കെ ഇമാമിയങ്ങൾ പറയുന്ന കാര്യങ്ങളാണ്. പുതിയ തലമുറയെ ഉൾക്കൊള്ളാൻ ഒരുപാട് ഉദാഹരണങ്ങൾ പറയാനുണ്ട്. പക്ഷെ സമയം വളരെ കുറവാണ്. നമ്മൾ പ്രബോധന രംഗത്ത്, പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള ഒരുപാട് സമൂഹങ്ങൾ കൂടിക്കലർന്ന് ജീവിക്കുന്ന സന്ദർഭങ്ങളിൽ ഇല്ലാത്ത വടി ഉണ്ടാക്കി അടിക്കുന്ന സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. അപ്പൊ പിന്നെ ആശ്വാസത്തിൽ അടിക്കാൻ തന്നെ വടി കൊടുക്കണ്. അല്ലെങ്കിൽ നമ്മൾ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സമൂഹമാണ്. ഞാൻ എൻ്റെ ചെറിയ അവസരങ്ങളിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, പരമാവധി ഈ സമൂഹത്തിന് ഇനി മുന്നോട്ട് പോകണമെങ്കിൽ, ആശ്വാസത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ
എൻ്റെ ഭാഷ തിട്ടൂരങ്ങൾ എണ്ണം വളരെ കുറക്കണം. ഞാനൊരു രാഷ്ട്രീയക്കാരനാണ്. രാഷ്ട്രീയക്കാരൻ വെച്ചാൽ എനിക്ക് രാഷ്ട്രീയം ഉണ്ട് എന്നർത്ഥം. അതൊരു മൂല്യർക്ക് രാഷ്ട്രീയം, മൂല്യർക്ക് രാഷ്ട്രീയമില്ല, മൂല്യർക്ക് രാഷ്ട്രീയമില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം ദീനിന്റെ പകുതിയിൽ കൂടുതൽ അല്ലെങ്കിൽ പകുതിയോളം അവനില്ല എന്നല്ലേ. ഒരു മൂല്യർക്ക് രാഷ്ട്രീയമില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ദീനിന്റെ സിംഹഭാഗം അല്ലെങ്കിൽ ദീനിന്റെ പകുതി അല്ലെങ്കിൽ വലിയൊരു ഭാഗം അവനില്ല എന്നാണ്. അത് പറ്റൂലല്ലോ, രാഷ്ട്രീയമില്ലാഞ്ഞ പറ്റൂല. ഇന്നും നമ്മൾ പഠിക്കുന്ന അഖീദയുടെ വിശ്വാസത്തിന്റെ ഗ്രന്ഥങ്ങളിൽ രാഷ്ട്രീയം വേണമെന്ന് പറയുന്നുണ്ട്, ഇമാമ് വേണമെന്ന് പറയുന്നുണ്ട്, വാജിബ് നസ്ബുൽ ഇമാം. അപ്പൊ നമ്മള് ഈ പുതിയ തലമുറയെ സ്വീകരിക്കാൻ തയ്യാറാവണം. പുതിയ കാലത്തിന്റെ ഒപ്പം യാത്ര ചെയ്യാൻ അവരെ നമ്മൾ അനുവദിക്കണം. അല്ലാതിരുന്നാല് ഇവരൊക്കെ നഷ്ടപ്പെടും. സോവിയറ്റ് യൂണിയനിൽ സംഭവിച്ചതൊക്കെ അങ്ങനെയാണ്. പുതിയ തലമുറ ഇല്ലാതെയായി. പുതിയ തലമുറ ഇല്ലാതെ എന്ന് പറഞ്ഞാല് ആ പാരമ്പര്യത്തിൽ വരുന്ന പുതിയ തലമുറ ഇപ്പൊ അവിടെ ഇല്ല. അവർക്കത് അറിഞ്ഞൂടാ. ഒരു വഫിയും ഇപ്പോ ഈ പിരിച്ചുവിട്ട സോവിയറ്റ് യൂണിയനിലെ ഒരു മുൻ അംഗരാജ്യത്ത് ജോലി ചെയ്യുന്നുണ്ട്. അക്ഷരം അറിയാത്ത ആൾക്കാരാണ് മുസ്ലിങ്ങൾ. അപ്പൊ എന്നിട്ട് ഞാൻ ഇയാളോട് വിവരം ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് കാര്യമായ പണി, ശമ്പളം വാങ്ങുന്ന പണി അല്ല, അത് കുറെ MBBS പഠിക്കാൻ പോയ കുട്ടികളുണ്ട്, അവരുടെ മാനേജിങ് ഒക്കെയാണ്, പഠിപ്പിക്കലാണ്. അപ്പൊ അവിടെ നേരത്തെ പറഞ്ഞതിനോട് ചേർത്ത് പറയേണ്ട ഒരു കാര്യമാണ്, ഈ പണിക്കൊന്നുമില്ല. ഇയാള് ഖുർആൻ ഓതാൻ പറ്റുന്ന ആളാണെന്ന് കണ്ടപ്പോ പിന്നെ പള്ളിക്ക് ഇമാമ് വേറില്ല. അപ്പൊ എന്താണ്, ഇമാമ് ആയിട്ട് പള്ളിയിൽ വരുന്ന ആളുകൾ ആരെങ്കിലും ഇമാമത്ത് ചെയ്യാൻ പറ്റുമോ കയറി നിൽക്കുകയാണ്. അല്ലാതെ അതിനൊരു തൊഴിലാളി, അതിനൊരു ശമ്പളം അവിടെ ഇല്ല. 2 or 3 ബാച്ചിന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്, അരക്കാശില്ല. ഖത്തീബിന് പൈസ ഇല്ല, മൗലവിയർക്കും പൈസ ഇല്ല. അപ്പൊ ഇതൊക്കെ ഇസ്ലാമാണ്, മുസ്ലിങ്ങളാണ്. ഇവരൊക്കെയാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ മാതൃകയാക്കേണ്ടത്. കച്ചവടത്തെ പറ്റി പറയുന്നുണ്ട്, എനിക്ക് അങ്ങോട്ടൊന്നും പറഞ്ഞെത്താൻ സമയമല്ല. ഇബ്രാഹിമിന് അദ്ദേഹം റളിയല്ലാഹു പറയുന്നുണ്ട്, സത്യസന്ധനായ കച്ചവടക്കാരൻ മലായിക്കത്തിന്റെ കൂടെയാണ്. അത് ഹദീസിന്റെ കൂടി ഭാഗമാണ്. കാരണം അവര് കഷ്ടപ്പെട്ട് വിൽക്കുന്നിടത്ത്, വാങ്ങുന്നിടത്ത്, കടമാകുന്നിടത്ത്, അഹ്ദ് അത്താവ്, ഇവിടെയൊക്കെ ധാരാളമായി പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ പ്രതിസന്ധികളൊക്കെ അതിജയിച്ച് അവര് കുടുംബം പുലർത്താൻ വേണ്ടി പണിയെടുക്കുകയാണ്. അതിന്റെ പുറമെ സമൂഹത്തെ പുലർത്താൻ വേണ്ടിയും. അതും നമ്മൾ അറിയുന്ന യാഥാർത്ഥ്യമാണ്. അതേ സമയത്ത് ഇൽമ് പഠിക്കാൻ പോകുന്ന ആൾക്കാര് അതൊരു ജോലിയാക്കുകയും അതൊരു ധനാഗമന മാർഗമാക്കുകയും ചെയ്യുന്നത് ശരിയല്ല. ഇന്ന അഹ്സന മാ അഖത്തും അലൈഹി അജ്റൻ കിതാബുല്ലാഹ്. കൂലി വാങ്ങുമ്പോൾ വാങ്ങാൻ പറ്റിയ സാധനം, നല്ല സാധനമാണ് കിതാബുല്ലാഹ്. പക്ഷെ കുല്ലാ അസ്അലുക്കും അലൈഹി അജ്റൻ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബ. ദീനി കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിന് പ്രതിഫലം ചോദിക്കരുത്, അത് ചോദിക്കൂല എന്ന് ജനങ്ങളോട് പ്രഖ്യാപിക്കണമെന്ന് ഖുർആൻ അള്ളാഹുവിന്റെ റസൂലിനോട് പറയാണ്. പിന്നെന്ത് ചെയ്യും? ആളുകൾ അള്ളാഹ്ക്ക് വേണ്ടി ജോലി ചെയ്യുക, ആളുകൾ ഇവര് അള്ളാഹ്ക്ക് വേണ്ടി ജോലി ചെയ്യുക, ആളുകൾ അള്ളാഹ്ക്ക് വേണ്ടി അവരെ പുലർത്തുക. ഇത് ഒരു ഏർപ്പാടാക്കാൻ പാടില്ല. ഇപ്പൊ ഞാന് പലതും പറയാണ്, ഇതൊരു കോഴ്സിന്റെ അലുമിനിയുടെ ഒരു മീറ്റാണല്ലോ. ഇതിനൊക്കെ ഒരു ഭാവി വേണം, മുസ്തഖ്ബിൽ. ഈ മുസ്തഖ്ബിലിനെ സംബന്ധിച്ച് എല്ലാവരും വളരെ ബോധവാന്മാരായിരിക്കേണ്ടതുണ്ട്. ഇപ്പൊ ഞാൻ എൻ്റെ ഒരു നിരീക്ഷണത്തില് ഇപ്പൊ നമ്മളെ കേരളം വളരെ സുഭിക്ഷമാണ്. 2 ദിവസം മുമ്പ് അബുദാബിയിലായിരുന്നു. പണ്ട് ആ നാട്ടുകാരെ പരിചയമുള്ളതായിട്ട് സംസാരിച്ചപ്പോൾ എന്തൊക്കെയാണ് ഇപ്പൊ കേരളത്തിന്റെ സ്ഥിതി, എങ്ങനെയൊക്കെയാണ്? അവരൊക്കെ ഇപ്പൊ ഏത് തരം വണ്ടികളാണ് ഉപയോഗിക്കുന്നത്, ഏത് തരം ഫോണാണ് ഉപയോഗിക്കുന്നത്? വെറുതെ കാഷ്വൽ ടോക്കിൽ ഇങ്ങനെ പറയുന്നതാണ്. ഞാൻ പറഞ്ഞു, നമ്മളൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങളെ നാട്ടിൽ അംബാസഡറും ഫിയറ്റും മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങളൊക്കെ ഉപയോഗിക്കുന്ന വലിയ വലിയ കാറുകളൊക്കെ ഒന്ന് കാണാൻ, നമ്മളെ സ്വന്തം റോട്ടിൽ കാണാനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോ റോൾസ് റോയ്സും പിന്നെ മെർസിഡസും BMW ഒക്കെ ഒരുപോലെ ഉണ്ട്. എല്ലാവരുടെ അടുത്തും സ്മാർട്ട് ഫോണും വലിയ കാര്യങ്ങളൊക്കെയാണ്. അതേ സമയത്ത് ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാജ്യം പുരോഗതിപ്പെടണം. നിങ്ങളെ രാജ്യം പുരോഗതിപ്പെട്ടതിൽ വലിയ സന്തോഷമുണ്ട്.
എപ്പോഴും അരിവെപ്പുകാരും അവരെ മേശ തുടപ്പുകാരായി നമ്മൾ പരിമിതപ്പെടണമെന്ന് അവരാരും ആഗ്രഹിക്കണില്ല. ആ ജാതി കുനിറ്റൊന്നും അവർക്കില്ല. പക്ഷെ നമ്മളിപ്പോഴും ഈ പറഞ്ഞ മാതിരി റോൾസ് റോയ്സ് ഉണ്ട്, മെർസിഡസ് ഉണ്ട്, വലിയ വലിയ പിന്നെ 50 കോടി 100 കോടിയിലൊക്കെ വീടുകൾ. അതുപോലെ അതിശയോക്തിയൊന്നും പതിലില്ലല്ലോ. എല്ലാവരും വളരെ വലിയ അന്തസ്സിലാണ്. അതേ സമയത്ത് ഭിക്ഷ ഇപ്പോഴും തുടരുകയാണ്. അവിടെ ദീനിന്റെ കാര്യത്തിൽ മാത്രം ഭിക്ഷ, വേറെ എവിടെ ഇല്ല. ഇപ്പൊ നമുക്ക് റോട്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ്, അപ്പോ ആരെങ്കിലും ചോദിക്കാണ് കേറിക്കോളിന്ന്. അപ്പൊ നമ്മൾ ഉടനെ എന്താ പറയാ, വണ്ടി എനിക്ക് വണ്ടി ഉണ്ട് എന്നാ. അങ്ങനെ എല്ലാവരും വേണം. കാരണം ഒരു നിമിഷം നമ്മൾ വണ്ടി ഇല്ലാത്ത ആളാകുന്നത്, വേറൊരാളുടെ കൂടെ യാത്ര ചെയ്യേണ്ടി വരുന്നത്, എന്തെങ്കിലും പിന്നെ ദാക്ഷിണ്യമോ ഔദാര്യമോ സ്വീകരിക്കേണ്ടി വരുന്നത് ഒക്കെ വലിയ കുറവായിട്ട് കാണുകയാണ്. അതേ സമയത്ത് പള്ളി ഇപ്പൊ കുറെ രക്ഷപ്പെട്ടിട്ടുണ്ട്. മദ്രസയും അനുബന്ധ കോളേജുകളും അനുബന്ധ സംഗതികളൊക്കെ ഇപ്പോഴും പിന്നിലാണ്. പൈസ തെച്ചാ തികയില്ല, നല്ല ആഹാരമില്ല, നല്ല അടിസ്ഥാന സൗകര്യങ്ങളില്ല, സാനിറ്ററി സൗകര്യങ്ങളില്ല. ഇതൊക്കെ കൊടുത്ത് ഈ പുതിയ തലമുറയെ ഒപ്പം നിർത്താനാണ് നമ്മൾ നോക്കേണ്ടത്. പുതിയ തലമുറയെ സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും. എന്നിട്ട് കൊട്ടക്കണക്കിന് കണ്ണടച്ച് അവർ പറയുന്നതൊക്കെ കേൾക്കാന്നല്ല, അവരെ തിരുത്തേണ്ട ഭാഗങ്ങളുണ്ട്. അത് ദീനനുസരിച്ച് തിരുത്തിയാൽ മതി. അത് പറഞ്ഞു കൊടുത്താൽ അവർക്ക് മനസ്സിലാകും. നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഭാഷ അത് അവർക്ക് മനസ്സിലാവാത്തതാണ്. ന്യൂജന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഈ വിട്ടുവീഴ്ച എന്ന് പറയുമ്പോൾ ഇസ്ലാമിന്റെ രംഗത്ത് ഇനി ഞാൻ അടുത്ത സമയം കിട്ടിയങ്ങ് പറയാൻ പോകുന്നത്, എല്ലാവരെയും ഉൾക്കൊള്ളുക എന്ന് പറയുമ്പോൾ അശരണർ, പാർശ്വവൽകൃതർ, അവരോടൊക്കെ നമ്മൾ ഏത് തരം സമീപനമാണ് സ്വീകരിക്കേണ്ടത് എന്നാണ്. അത് പറയുമ്പോൾ അതിന്റെ മുമ്പായിട്ട് ഞാൻ പറയുന്നത്, ഇതൊക്കെ ഒരു തരം വിട്ടുവീഴ്ചയല്ലേ നിങ്ങൾ പറയുന്നതൊരു സ്വാഭാവിക ചോദ്യം ഇവിടെ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പൊ ഉദാഹരണത്തിന് ഹദീസിന്റെ കിതാബുകളിലൊക്കെ കാണുന്നതാണ്. ബനു സഖീഫ് ഗോത്രം അവർ വന്നിട്ട് എന്താണ് ഇസ്ലാം, എങ്ങനെയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വിശദീകരണം ചോദിച്ചു. നബി അത് വിശദീകരിച്ചു കൊടുത്തപ്പോൾ അവര് പറഞ്ഞു, അതിന്റെ ചരിത്ര പശ്ചാത്തലം കുറെ അധികം പറയാനുണ്ട്. ഞങ്ങൾ ഇസ്ലാം സ്വീകരിക്കാം, പക്ഷെ യുദ്ധത്തിന് പോകാൻ പറ്റൂല, സക്കാത്ത് കൊടുക്കാനും പറ്റൂല. അവർക്ക് ഇസ്ലാമിനെ അടിസ്ഥാനപരമായി ഇഷ്ടമാണ്, അവർ സ്വീകരിക്കും എന്ന് നബിക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ആവട്ടെ. അങ്ങനെ ധാരാളം സംഭവങ്ങളുണ്ട്. ഇപ്പൊ സക്കാത്ത് കൊടുക്കൂല എന്ന് ഒരു കൂട്ടർ പറയാം, എന്നാലും ഇസ്ലാമിലേക്ക് വാന്നാണ് പറയുന്നത്. ഇസ്ലാമിന്റെ പ്രധാന കാര്യങ്ങളിൽ ചിലത് പറ്റൂല, അത് ഞങ്ങൾക്ക് ബാധകമാക്കരുത് എന്ന് പറയുമ്പോൾ നബി എന്നാലും ഇസ്ലാമിലേക്ക് വാ എന്നാണ് പറയുന്നത്. ഇതൊക്കെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഉള്ളതാണ്. അപ്പൊ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇസ്ലാമിൽ എന്തെങ്കിലും കുറക്കാന്നാണോ? ഇതൊക്കെ പറയുമ്പോ പിന്നെ എന്തൊക്കെ ദുർവ്യാഖ്യാനങ്ങൾ വരും. ഇപ്പോ ലക്കും ദീനുക്കും വലിയ ദീൻ അതിവിടെ പരാമർശിക്കപ്പെട്ടു. ഓരോരുത്തരും അവനവന്റെ മതം അനുസരിച്ച്, അവന്റെ കാഴ്ചപ്പാടനുസരിച്ച് ലക്കും ദീനുക്കും വലിയ ദീൻ. കുറച്ചു മുമ്പ് സർവ്വമത സത്യവാദം ഉന്നയിച്ചിരിക്കണമെന്ന് എന്നെ പറ്റി പറയപ്പെട്ടു. കാര്യം എന്താണ്? ലക്കും ദീനുക്കും വലിയ ദീൻ. ഒരു സ്കൂളിൽ പ്രസംഗിക്കുമ്പോ ഞാൻ പറഞ്ഞു ലക്കും ദീനുക്കും വലിയ ദീൻ, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്ത് നമ്മൾ എല്ലാവരും ഓതുന്നതല്ലേ, ലക്കും ദീനുക്കും വലിയ ദീൻ. അപ്പൊ രണ്ടാളുകൾ എന്നോട് തമാശ പറഞ്ഞു, ഞങ്ങൾ തമ്മിൽ സംസാരം ഉണ്ടായി. ഇപ്പൊ സർവമത സത്യവാദത്തിൽ എത്തിയിരിക്കണമെന്ന് പറഞ്ഞപ്പോ നമ്മളൊരു പരിഹാരം ഉണ്ടെന്ന് പറഞ്ഞു. എന്താന്ന് ചോദിച്ചു. അത് ആയത്ത് ഖുർആൻ വെട്ടുക, ആയത്ത് ഖുർആൻ കണ്ട് വെട്ടിയാൽ മതിയായി. ലക്കും ദീനുക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ, എനിക്ക് എന്റെ ദീന്. അവിടെ പിന്നെ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ആയത്തിന്റെ പശ്ചാത്തലം തന്നെ എന്താണ്? നമ്മള് അവരുടെ ദൈവത്തിന് കുറച്ച് സമയം, അവർ നമ്മളെ പഠിച്ചവന് കുറച്ച് സമയമൊക്കെ, അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ഒന്നും വേണ്ട. മുസ്ലിമായിട്ട് മറ്റായിട്ട് ഒരാൾ മുസ്ലിമായിട്ടും അന്യമതക്കാരനായിട്ടും കൂടി ജീവിക്കാൻ പറ്റും. പിന്നെന്തിനാ ഞങ്ങളുടെ അമ്പലത്തിൽ നിങ്ങളൊന്ന് പൂജ ചെയ്യണം, ഞങ്ങളുടെ പള്ളിയിലൊന്ന് നിങ്ങൾ നിസ്കരിക്കണം എന്ന് നിബന്ധന വെക്കേണ്ട കാര്യം എന്താ ഉള്ളത്? ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദു വലാ അന ആബിദു മാ അഅ്ബദ്തും വലാ അൻതും ആബിദൂന മാ അഅ്ബുദു ലക്കും ദീനുക്കും വലിയ ദീൻ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, വിട്ടുവീഴ്ച ആകർഷിക്കാൻ വേണ്ടി
ചെറിയ കുട്ടികളെ, 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികളെ, അതിന് താഴെയുള്ള കുട്ടികളെ അവരെ ദീനിലേക്ക് അടുപ്പിക്കുക എന്ന് പറഞ്ഞത് ഒരു ദണ്ഡന മുറയാക്കിയിട്ട് നമ്മൾ കൊണ്ടിടക്കുകയാണ്. ആ അവസ്ഥയൊക്കെ മാറ്റിയിട്ട് പുതിയ തലമുറയുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താ നിങ്ങൾക്കൊക്കെ അറിയാലോ, എനിക്കും അറിയാം. ഇപ്പൊ നമ്മൾ ഈ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്, അതൊക്കെ ദീൻ തന്നെയാണ്. ആ ദീനിലേക്ക് അവരെത്തും. ബനു സഖീഫിന്റെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, നിങ്ങൾ തിരക്കൂട്ടണ്ട, സയുജാഹിദൂന വസയുസക്കൂൻ, അതൊക്കെ അവർ പിന്നെ ചെയ്തോളും, ബോധ്യപ്പെടുമ്പോ ചെയ്തോളും. ഇപ്പൊ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണ്? മതനിരാസം, ലിബറലിസം. അപ്പൊ അള്ളണ്ട്, ദീനുണ്ട്, മുത്തുനബി ഉണ്ട്, അതൊക്കെ വൈകാരികമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഇപ്പൊ ഇവിടെ പോയിട്ട് സ്തുതിക്കപ്പെട്ട ആ പാട്ട്, പിന്നെ അഷ്റഖന്റെ പരിഭാഷന്റെ ഒക്കെ പ്രസക്തി എവിടെയാണ്? ശരിക്കത് ശ്രദ്ധിച്ചിങ്ങനെ കേട്ടാൽ നമുക്കൊക്കെ മനസ്സരിയും. പക്ഷെ അതിന്റെ അർത്ഥവും ആശയമൊന്നും അറിയാത്തവർക്ക് എന്തറിയാനാണ്? അപ്പൊ അതൊക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അങ്ങനെ ദീന് അവരെ ഉള്ളിൽ കുത്തിത്തിരുകി കയറ്റുക. അല്ലാതെ ഇതിനൊന്നും പരിഹാരമില്ല. നിയമങ്ങൾ കൊണ്ട് നമുക്ക് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്, ഇന്നല്ലാഹ ല യസ്ഉ ബിൽ ഖുർആനി മാ ലാ യസ്ഉ ബിസ് സുൽത്താൻ. മറിച്ചു പറയാ, ഇന്നല്ലാഹ ല യസ്ഉ ബിസ് സുൽത്താനി മാ ലാ യസ്ഉ ബിൽ ഖുർആൻ. അപ്പൊ സന്ദർഭത്തിനനുസരിച്ചാ. ചിലത് ധർമ്മോപദേശം ഖുർആൻ എന്ന് പറഞ്ഞ ആൾക്കാർ കേൾക്കൂല, അപ്പൊ അധികാരം ഉപയോഗിക്കേണ്ടി വരും. ചില സമയത്ത് അധികാരം ഉപയോഗിച്ചിട്ട് നടക്കൂല, അപ്പൊ പിന്നെ ഖുർആനും ധർമ്മോപദേശവും പറഞ്ഞു കൊടുക്കേണ്ടി വരും. അങ്ങനെ ഒപ്പം കൊണ്ടുവരേണ്ടി വരും. അങ്ങനെ ഒപ്പം കൊണ്ടുവരിക, പുതു തലമുറയെ സ്വീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ബാധ്യത. ഓരോ റബീഉൽ അവ്വലിനും നമ്മൾ ഓരോ ഉൾക്കാഴ്ച അല്ലെങ്കിൽ ഏതാനും ഉൾക്കാഴ്ചകൾ സ്വാംശീകരിച്ച് സമൂഹ നിർമ്മിതിക്ക്, കുടുംബത്തിന്റെ നിർമ്മിതിക്ക് നമ്മൾ ആ പ്രിൻസിപ്പിൾസ് ഒക്കെ ഉപയോഗിച്ച് ചിട്ടയിൽ മുന്നോട്ട് പോകണം. പാർശ്വവൽകൃത വിഭാഗം, ഈ പാർശ്വവൽകൃത വിഭാഗത്തിന്റെ കാര്യം നമ്മുടെ നാട് ലോകമൊട്ടാകെ, ഞാൻ നേരത്തെ അടിമയുടെ കാര്യം പറഞ്ഞതുപോലെ മനുഷ്യൻ കൂടുതൽ അടിമയാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ അന്യായമായി കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പത്തെ പുതിയ വാർത്ത, പേജർ, ടെലിഫോൺ അപകടം നടപ്പ പേജർ ഒക്കെ പൊട്ടിത്തെറിക്കുന്ന അങ്ങനത്തെ ഒരു പുതിയ കാലത്താണ് നമ്മളുള്ളത്. ഈ കാലത്തിന് വേണ്ടി നമ്മൾ നമ്മുടെ പുതിയ തലമുറയെ എങ്ങനെ നിർമ്മിക്കാനാണ് ഉദ്ദേശിക്കുന്നത്? പീഡിതരായിട്ടുള്ള ജനവിഭാഗം, വമാ ലക്കും ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹ് വൽ മുസ്തദഅഫീന വമാ ലക്കും ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹി വൽ മുസ്തദഅഫീന മിനർ റിജാലി വൻ നിസാഇ വൽ വിൽദാനി അല്ലദീന യഖൂലൂന റബ്ബനാ അഖ്രിജ്നാ മിൻ ഹാദിഹിൽ ഖറിയത്തിൽ ളാലിമി അഹ്ലുഹാ. അനലായത്ത്. അപ്പൊ ദുർബല വിഭാഗത്തിന് വേണ്ടി ചരിത്രത്തിൽ കാണാം, ഉസാമ ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു മക്കത്ത് നിന്ന് അവസാനത്തെ ഹജ്ജ് കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സംഘവും മദീനത്തേക്ക് പോകാൻ നിൽക്കുമ്പോ നബി പറഞ്ഞു, ഒരാൾ വരാണ്ട് എന്ന് പറഞ്ഞപ്പോ എല്ലാവരും ഇങ്ങനെ അക്ഷമരായിട്ട് കാത്തിരുന്നു. അപ്പൊ വന്നത് ഉസാമ റളിയല്ലാഹു അൻഹു ആണ്. ചെറുപ്പക്കാരൻ, മൂക്ക് ചപ്പിയ, കാണാൻ ചൊറുക്കില്ലാത്ത. അപ്പോ യമൻകാരോ പറഞ്ഞു, ഇത് ഇയാളെ കാത്തിരിക്കാനാണോ, ഇയാൾക്കാണോ നമ്മൾ ഇത്രയും നേരം കാത്തിരുന്നത്? അഹങ്കാരം എന്ന് പറയുന്നത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഹങ്കാരത്തെ നിർവചിച്ചിട്ടുണ്ട്. നല്ല തുണിയും കുപ്പായടലല്ല, നല്ല വണ്ടി നടക്കലല്ല, വണ്ടിയിൽ നടക്കലൊന്നുമല്ല. ബതറുൽ ഹഖ് വഗംതുൻ നാസ്, സത്യത്തിന് അതീതം ആയിരിക്കുക. ഏത് സത്യവും നമുക്ക് ബാധകമല്ല. ഞങ്ങൾ ഏതോ വലിയ കൂട്ടരാണ്, ഞങ്ങൾക്ക് സത്യം ബാധകമല്ല. ബതറുൽ ഹഖ്, അതാണ് അഹങ്കാരം. രണ്ടാമത്തത് അഹങ്കാരം ഗംതുൻ നാസ് ആണ്, ജനങ്ങളെ നിസ്സാരരാക്കുക. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒരു ബന്ദിയെ, യുദ്ധ തടവുകാരനെ കൂട്ടിയിട്ട് വീട്ടിൽ വന്നു. സ്വാഭാവികമായിട്ട് അയാൾക്ക് എന്തെങ്കിലും കൊടുക്കണം, ആശ്വാസം കൊടുക്കണം, അതാണ് ആവശ്യം. ആയിഷ ബീവിയോട് പറഞ്ഞു, ഇയാളെ ഏൽപ്പിച്ചിട്ട് വേണ്ടത് ചെയ്യാൻ. എന്നിട്ട് നബി എന്തോ ആവശ്യത്തിന് പുറത്തുപോയി. കുറച്ചു കഴിഞ്ഞ് നബി തിരിച്ചു വന്നപ്പോ ആ യുദ്ധ തടവുകാരൻ എവിടെയെന്ന് ചോദിച്ചു. ആയിഷ ബീവി ചെറിയ കുട്ടിയല്ലേ, ചെറിയ കുട്ടി, 10-16 വയസ്സല്ലേ. അപ്പൊ അവര് പറഞ്ഞു, റളിയല്ലാഹു തആല അൻഹ, ഞാൻ പെണ്ണുങ്ങളേറ്റ് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ശ്രദ്ധ വിട്ടുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ക്ഷുഭിതനായി. വേഗം പുറത്തിറങ്ങിയിട്ട് ആളുകളോട് പറഞ്ഞു, ആ ബന്ദി എവിടെ? അങ്ങനെ നബിയുടെ വീട്ടിൽ കൊണ്ടുവന്ന ആ ചെറിയ സഹായം കൊടുക്കാൻ വേണ്ടിയിട്ട് ആളുകൾ 4 പാട് ഓടിയിട്ട് അയാളെ കണ്ടുപിടിച്ചിട്ട് കൊണ്ടുവന്നു കൊടുത്തു. തിരിച്ചു വീട്ടിൽ വന്നപ്പോ ആയിഷ റളിയല്ലാഹു തആല അൻഹ
കൈ ഇങ്ങനെ നോക്കുകയാണ്, ഇങ്ങനെ. അപ്പൊ എന്താ കാര്യം? ക്ഷോഭം വന്നപ്പോ നബി പറഞ്ഞു, നിന്റെ കൈ മുറിഞ്ഞു പോകട്ടെ. ആയിഷാ ബീവിയോട് റസൂലുള്ള പറഞ്ഞു, ഈ ബന്ദിയെ പരിഗണിക്കാതെ പെണ്ണുങ്ങളിട്ട് വർത്താനം പറയുമ്പോൾ ശ്രദ്ധ കുറഞ്ഞു പോവുകയെ, നിന്റെ കൈ മുറിഞ്ഞു പോകട്ടെ. നബി വന്നപ്പോ ആയിഷാ ബീവി കൈ ഇങ്ങനെ നോക്കുകയാണ്. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, എന്താ എനിക്ക് ഭ്രാന്ത് ബാധിച്ചോ? അല്ല, എന്റെ ഏത് കൈയാണ് നഷ്ടപ്പെടുക എന്ന് ഞാൻ പേടിച്ചിരിക്കുകയാണ്. അപ്പൊ റസൂലുള്ളാഹിക്ക് സങ്കടമായി. റസൂലുള്ള കൈ മേലോട്ട് ഉയർത്തിയിട്ട് പറഞ്ഞു, അല്ലാഹുവേ, ഞാനും മനുഷ്യനാണ്, ദേഷ്യം വരുമ്പോൾ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു പോകും. അതുകൊണ്ടൊന്ന് അത് അവർക്കൊരു മഗ്ഫിറത്താക്കണേ പഠിച്ചോനെ. അങ്ങനെയാണ് ആയിഷാ ബീവിക്ക് സമാധാനം തരുന്നത്. ഒരിക്കൽ സദസ്സിക്ക് ആൾക്കാർ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മാറാവ്യാധി എന്തോ കുഷ്ഠമോ മറ്റോ ബാധിച്ച ഒരാൾ വന്നു. അപ്പൊ നബിയുടെ രീതി അനുസരിച്ച് അയാൾക്ക് അവിടെ ഇടം കൊടുക്കും. അപ്പൊ എല്ലാവരും ചേർന്നിരുന്ന്. അപ്പൊ അയാൾക്ക് കൊടുക്കാൻ സ്ഥലമില്ല, അയാൾക്ക് ഇരിക്കാൻ സ്ഥലമില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളങ്ങോട്ട് വിളിച്ചിട്ട് നബിയുടെ കാലിൽ കയറ്റി ഭക്ഷണം കൊടുത്തു. അങ്ങനെ എല്ലാവരും പരിഗണിക്കുന്ന ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്. സ്ത്രീകളെ, കുട്ടികളെ, നമ്മൾ കുട്ടികളുടെ കഥ കേട്ടിട്ടില്ലേ? സുജൂദിൽ നിന്ന് നബി പൊന്തണില്ല. ആൾക്കാർ വിചാരിച്ചു എന്തോ പറ്റിയിട്ടുണ്ടാകും. കുറെ കഴിഞ്ഞ് പൊന്തിയപ്പോ, പിന്നെ നിസ്കാരം സലാം വീടിയപ്പോ നബി പറഞ്ഞു, ഹസനും ഹുസൈനും റളിയല്ലാഹു അൻഹുമ അവര് വന്നിട്ട് എന്റെ പെരടിയിൽ കയറി. അപ്പൊ ഈ കുട്ടികൾ നബിയുടെ പെരടി കയറൽ സാധാരണ ഉള്ളതാണ്. അപ്പൊ നബി രണ്ട് കയ്യും കുത്തിയിട്ട് കാലിന്റെ മുട്ടിൽ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇവരും കൊണ്ട് ഇങ്ങനെ നടക്കും. നിങ്ങളിപ്പോ ഉപയോഗിക്കുന്ന ഒട്ടകം അല്ലെങ്കിൽ വാഹനം നല്ല വാഹനമാണെന്ന് പറഞ്ഞിട്ട് ഇത് നിസ്കരിക്കുമ്പോ പെരടിയിൽ കയറി കുത്തിരിക്കുകയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പിന്നെ അവര് സ്വാഭാവികമായിട്ട് അവരെ ബുദ്ധിമുട്ടിക്കണ്ട, അവര് മുഷിപ്പിക്കണ്ട, അവർ സ്വാഭാവികമായിക്കണ്ട് പെരടിയിൽ നിന്ന് ഇറങ്ങിക്കോട്ടെ, അതുവരെ സുജൂദ് കെടുക്കല്ലേ. എല്ലാവരും സ്വീകരിക്കണ നബിയാണ്, എല്ലാവരും സ്വീകരിക്കണ നബിയാണ്. അബൂ മെഹ്ജൻ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം സമയപരാണ്. അബൂ മെഹ്ജൻ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം, കള്ളുകുടി അടി ഇത് തന്നെ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ഖാദിസിയ യുദ്ധം നയിക്കുന്ന സന്ദർഭമാണ്. ഖാദിസിയ യുദ്ധ സമയത്ത് മുറിവ് വെച്ചിട്ടാണ് അല്ല പനിച്ചിട്ടാണ്, രണ്ട് റിപ്പോർട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. അവസാനത്തെ പോരാട്ടം, ആ അവസാന സമയത്ത് കമാൻഡറായ സഅദ് റളിയല്ലാഹു അൻഹുവിന് യുദ്ധത്തിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ല, ശാരീരിക അസ്വാസ്ഥ്യം. അപ്പോ യുദ്ധക്കളത്തിലേക്ക് കാഴ്ച കിട്ടുന്ന തരത്തിൽ ഒരു വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് നമ്മൾ ഇന്നത്തെ വായിച്ച് പറയാം, മൂപ്പരിങ്ങനെ രംഗവിഷം നടത്തുമ്പോൾ ഈ മുസ്ലിങ്ങൾ ഇങ്ങനെ തോറ്റുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മൂപ്പര് പറയുന്നുണ്ട്, ഇതിപ്പോ എന്താ സംഭവം? അൽ കെറു അബീ മിഹ്ജനിൻ വൽ ഫറുൽ ബൽഖ. മൂപ്പരെ കുതിരയുടെ പേര് നേരത്തെ കുട്ടിയോടെ ശ്രമിച്ചായിരിക്കും, കുതിരക്ക് പേരുണ്ട്. എന്റെ ബൽഖ എന്ന് പറയുന്ന എന്റെ കുതിരയാണ്, ഞാൻ ഇറങ്ങിയിട്ടില്ല. അപ്പൊ ബൽഖ എന്റെ ചാട്ടം ഓട്ടമാണ്. എന്നാൽ കുതിരയുടെ പുറത്തു നിന്നിട്ടുള്ള പ്രകടനമാണെങ്കിലോ അബൂ മെഹ്ജനെ ജയിലിലിട്ടിരിക്കുകയാണ്. എന്തിനു? കള്ളുടിച്ചതിന് പിടിച്ചു കെട്ടിയിട്ടിരിക്കുകയാണ്, കള്ളു കുടിച്ചുമേലെ കുടിച്ചിട്ട്. സഅദ് റളിയല്ലാഹു അൻഹു വളരെ സന്തോഷിച്ചു, യുദ്ധം വിജയിച്ചു. എല്ലാം ശാന്തമായപ്പോ ഭാര്യ വന്നിട്ട് പറഞ്ഞു, മുസ്ലിങ്ങൾ പരാജയപ്പെടുകയാണെന്ന് കണ്ടപ്പോ ഞാന് അയാളെ കെട്ടയച്ചു വിട്ടതാണ്, താങ്കളുടെ വാളും കുതിരയൊക്കെ ഞാൻ വിട്ടുകൊടുത്താണ് എന്ന് പറഞ്ഞു. അപ്പൊ അയാളെ വിളിച്ചു വരുത്തി. ആരെ? അബൂ മെഹ്ജൻ റളിയല്ലാഹു അൻഹുവിനെ. വല്ലാഹി ലാ അദ്രിബുക അബദൻ, വല്ലാഹി ലാ അദ്രിബുക ബഅദഹു അബദൻ. നീ കള്ളു കുടിച്ചാല് ഞാനൊരു കാലത്ത് അടിക്കൂലെന്ന്. ഇജ് കള്ളു കുടിച്ചാല് ലാ അദ്രിബുക ബഅദഹു അബദൻ, ഒരിക്കലും ഇനി ഞാൻ അടിക്കൂല. ഒരുപാട് വട്ടം അടി കിട്ടിയതാ. അപ്പോ അത് കള്ളുപിടിച്ചോട്ടെ എന്നുള്ള അർത്ഥത്തിനല്ല, അതൊക്കെ നമുക്ക് ബാക്കി കേൾക്കുമ്പോൾ മനസ്സിലാവും. അപ്പൊ ആ മനുഷ്യൻ അബൂ മെഹ്ജൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാഹി ലാ അശ്റബു ബഅദഹു അബദൻ, ഞാൻ ഒരു കാലത്ത് ഞാൻ കള്ളും കുടിക്കൂല. അപ്പോ രണ്ടിനും റിസൾട്ട് ഉണ്ടായി. അപ്പൊ ചുരുക്കത്തില് പിന്നെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന എല്ലാവരുടെയും നബിയാണ്. പുതുതലമുറയുടെ, സ്ത്രീകളുടെ, അശരണരുടെ, പീഡിതരുടെ, പാർശ്വവൽകൃതരുടെ, കീഴാള വർഗത്തിന്റെ ഒക്കെ നബിയാണ്. ആ നബിയെ ആ നിലക്ക് തന്നെ കാണാനും സ്വീകരിക്കാനും പഠിക്കാനും ജീവിതം അതിനനുസരിച്ച് മാറ്റിമറിക്കാനും. നമ്മൾ സീറ പഠിക്കണമെന്നല്ലോ. ഈ സദസ്സിലിരിക്കണ ഒരു കുട്ടിയുണ്ട്, വാഫി, കുട്ടിയൊന്നല്ല വലിയ ആൾ തന്നെ. എല്ലാ കൊല്ലവും
നബിയുടെ സീറയിൽ ഒരു പുസ്തകം വായിക്കണം എന്ന് ശാഠ്യം നിർബന്ധം. ഇപ്പൊ ഏതോ ഇംഗ്ലീഷ് വായിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു, പൂർത്തിയായിട്ടുണ്ടോ ഒരു പക്ഷേ, കഴിഞ്ഞ ആഴ്ച പറഞ്ഞു വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ നബിയുടെ സീറ പഠിക്കുക, നബിയുടെ ജീവിതത്തിൽ പുതിയ ഉൾക്കാഴ്ചകൾ വല്ലതുമുണ്ടോ എന്ന് നോക്കുക. നമ്മൾ പറഞ്ഞതിനൊക്കെ ന്യായം ഉണ്ടാക്കാനല്ല, നമ്മൾ പറഞ്ഞതിനൊക്കെ ന്യായം ഉണ്ടാക്കുക അതിനല്ല. നേരത്തെ ഞാൻ രാഷ്ട്രീയത്തിന്റെ കാര്യം പറഞ്ഞ മാതിരി, രാഷ്ട്രീയം നമുക്ക് രാഷ്ട്രീയമില്ല. എന്തുകൊണ്ട് രാഷ്ട്രീയമില്ല? എങ്ങനെ നമുക്ക് രാഷ്ട്രീയം ഇല്ലാതാവുക? അപ്പൊ അള്ളാന്റെ റസൂൽ രാഷ്ട്രീയം കൈകാര്യം ചെയ്തിട്ടില്ലേ? ഖുലഫാ രാഷ്ട്രീയം കൈകാര്യം ചെയ്തിട്ടില്ലേ? ശരിക്കും ഉള്ളത് എന്താണ്? ഗുരു ശിഷ്യ ബന്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശിഷ്യന്മാരെ പറ്റി അസ്ഹാബ് എന്ന് പറയുന്നുള്ളൂ, ശിഷ്യന്മാരെന്ന് പറയാറില്ല. അപ്പൊ ഒരു കൂട്ടുകാര്, ആ രീതിയിലാണ് പെരുമാറ്റവും. ചുരുക്കത്തിൽ പ്രവാചകന്മാര് അവരുടെ അസ്ഹാബ് അല്ലെങ്കിൽ അവരുടെ ശിഷ്യന്മാര് അവരുടെ സഹപ്രവർത്തകര്. അതിന്റെ ശേഷം പിന്നുള്ളത് എന്താണ്? ഇമാമത്തും ഖളാഉമാണ്. മുസ്ലിം സമൂഹത്തെ ഏകീകരിച്ച് നിർത്താൻ ദീൻ കണ്ട സംവിധാനം അതാണ്. അത് കിതാബ് അക്കീദത്തിന്റെ കിതാബിൽ ഇപ്പോഴും എല്ലാ പള്ളിയിലും അത് ഓതുന്നിടത്ത് ഓതി കൊടുക്കുന്നതാണ്. ഒരു ഇമാം ഉണ്ടാകുക, ഒരു ഖാദി ഉണ്ടാകുക. ആ ഖാദി വലിയ ഖാദിയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു അര ഡസൻ ഖാദിമാരാന്ന് വിചാരിക്കുക. അവരെ തേടി 1500 2000 മൈലിൽ നിന്ന് ആൾക്കാർ വരുമ്പോ ഇരിക്കാൻ സ്ഥലമില്ല, നിൽക്കാൻ സ്ഥലമില്ല, ഒന്ന് ബാത്റൂമിൽ പോകാൻ സ്ഥലമില്ല, പാർക്കിംഗ് ഇല്ല. ഒരു ഓഫീസൊക്കെ ഉണ്ടാക്കണം, ഒരു ഫൗണ്ടേഷനോ അല്ലെങ്കിൽ ഒരു അടിസ്ഥാന സൗകര്യമൊക്കെ വേണം. എന്നിട്ട് ആൾക്കാർ കൂട്ടത്തോടെ അവരാവശ്യത്തിന് വരട്ടെ. ഖാദിമാരെ അവരെ സഹായിക്കാൻ പണ്ഡിതന്മാർ വേണം. ഇതൊക്കെയാണ് ഇസ്ലാമിന്റെ രീതി. ഇതൊന്നും അല്ലാതെ എങ്ങനെ നമ്മൾ കുറെ സംഘടനകൾ ഉണ്ടാക്കുക. ഷാജിയ പറഞ്ഞതിന് അടിവരയിട്ടാണ് ഞാൻ. നമ്മൾ കുറെ സംഘടനകൾ ഉണ്ടാക്കുക, എന്നിട്ട് ഈ സംഘടനകളെല്ലാം കൂടി കുറെ തിട്ടൂരിറക്കലാണ് പണി. അതല്ലല്ലോ ശരി. പണ്ഡിതന്മാരുടെ പണി എന്താണ്? പണ്ഡിതന്റെ പണി എന്താണ് ദീൻ എന്ന് പറഞ്ഞു കൊടുക്കലാണ്. അത് നടപ്പാക്കൽ ആരുടെ പണിയാണ്? ഇപ്പൊ കോടതികളുണ്ട്, ഈ കോടതികൾ വിധികൾ പ്രസ്താവിക്കുകയാണ്. വിധി ഇതാണ്, അവർക്ക് അതിനുള്ള സംവിധാനമുണ്ട്. നേരെ മറിച്ച് ലോയർമാരുടെ പണ്ഡിതന്മാരുടെ പണി എന്താണ്? നിയമവിധാനം പറഞ്ഞു കൊടുക്കലാണ്. എന്നിട്ട് എല്ലാവരും കൂടി തിട്ടൂരം. ഇതിപ്പോ ഒരു പട്ടണമാണ്, അപ്പോ ചേംബർ ഓഫ് കൊമേഴ്സ് ഉണ്ടാവും. അപ്പൊ അവർ പറയാണ് നമ്മളെ കച്ചവടവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പോരാ, നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ, ആൾക്കാരൊക്കെ നമ്മുടെ യോഗത്തിനൊക്കെ വരുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, നമ്മളെ വക കുറെ. അങ്ങനെ 4 ഭാഗത്തും തിട്ടൂരങ്ങൾ. അതിന്റെ ആവശ്യമില്ല. കാര്യങ്ങളൊക്കെ കാലത്തിനനുസരിച്ച് അള്ളാഹുവിന്റെ ദീൻ വസ്തഖിം കമാ ഉമിർത്ത്, വളരെ ചൊവ്വായിട്ട് ഇർജുവായിട്ട് അള്ളാഹിന്റെ ദീൻ പരിപാലിച്ചു കൊണ്ട് മുന്നോട്ട് പോകണം. അതാണ് വേണ്ടത്. അങ്ങനെ എല്ലാവരുടെയും നബി ആയിരിക്കണം. ഒറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞ് നിർത്തട്ടെ. ഇപ്പൊ നമ്മളിങ്ങനെ കുറെ വിചാരണകള്, തിട്ടൂരങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞല്ലോ. ഒരിക്കൽ ഒരു അറാബി, ഒരു ഗ്രാമീണൻ, സാധാരണക്കാരൻ അള്ളാഹിന്റെ റസൂലിന്റെ അന്തരത്തിൽ വന്നു. എന്നിട്ട് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, മരിച്ചു ചെന്നാൽ വിചാരണ ചെയ്യൽ ആരാണ്? നമ്മളൊക്കെ മരിച്ചു പോയാൽ, ഇപ്പൊ നമ്മള് ജീവിതത്തിൽ ഇപ്പൊ ഈ പറഞ്ഞ മാതിരി പലതും അനുഭവിക്കാൻ തോന്നുന്നു, ഇവരൊക്കെ തന്നെ ആയിരിക്കും മരിച്ചു ചെന്നാൽ വിചാരണക്ക്. അപ്പൊ അതുകൊണ്ടായിരിക്കണം അങ്ങനെയുള്ള ഒരു സമാന സാഹചര്യം അയാൾക്ക് മനസ്സിൽ തോന്നിയിട്ടുണ്ടാകും. മൻ യുഹാസിബുൽ ഖൽഖ യൗമൽ ഖിയാമ, പടപ്പുകളൊക്കെ കുറ്റവിചാരണ, ഖിയാമത്തിന്റെ അന്ന് കുറ്റവിചാരണ നടത്തുന്നത് ആരാണ് നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വാഭാവികമായിട്ട് പറഞ്ഞു, അല്ലാഹു റബ്ബുൽ ഇസ്സത്താണെന്ന്, അള്ളയാണ് വിചാരണ ചെയ്യുന്നത്. അപ്പൊ ഇയാള് സാധാരണക്കാരനല്ലേ, നജൗനാ വറബ്ബിൽ കഅബ എന്ന കഴിച്ചിലായി രക്ഷപ്പെട്ടു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതെന്താ അറാബി അങ്ങനെ പറയണത്? അള്ളാഹു ആണെന്നുണ്ടെങ്കിൽ. അപ്പൊ അയാളെ മറുപടി, അള്ളാഹു മാന്യനാണ്, അള്ളാഹു മാന്യത ചെയ്യുള്ളൂ. അപ്പൊ വേറെ കുറെ ആൾക്കാർ മാന്യത ചെയ്യാതെ എല്ലാവരുടെയും നബിയെ ചുരുക്കി കെട്ടി ഞങ്ങളുടെ മാത്രം നബിയാക്കി വെച്ച് ലോകത്തുള്ള കാര്യങ്ങൾ മുഴുവനും ഞങ്ങൾ ഉദ്ദേശമായിരിക്കും തന്നെ നടക്കണം. അപ്പൊ കച്ചവടങ്ങളും വ്യവസായങ്ങളും കേന്ദ്ര സ്റ്റേറ്റ് സർക്കാരുകളും ഐക്യരാഷ്ട്ര സഭയും ഒക്കെ നമ്മൾ വിചാരിച്ച മാതിരി എല്ലാവരുടെയും നബിയായിട്ട് നമ്മളെല്ലാവരും അള്ളാഹിന്റെ റസൂലിനെ സ്വീകരിക്കുന്നവരായിട്ട് നമുക്ക് അള്ളാഹുവിനെ കാണണം, അള്ളാഹുവിന്റെ റസൂലിനെ കാണണം, നബിയുടെ തിരു ഷഫായത്ത് കിട്ടണം.
അള്ളാഹുവെ അല്ലാഹുമ്മ ശഫിഉഹു ഫീനാ യാ റബ്ബൽ ആലമീൻ യാ റബ്ബൽ ആലമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.